അതിൽ പി തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. പി ഈസ് ഈക്വൽ ടു നോക്കിക്കോളൂ, നമ്പർ ലൈൻ ആണ്. നമ്പർ ലൈൻ തന്നിരിക്കുന്നത് 0 1 2 3 4 5 6 7 ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ -1 -2 -3 -4 -5. എന്നിട്ട് അത് 2 തൊട്ട് ഇതുണ്ട് ഇവിടെ -2 തൊട്ട് -2 ഇൻക്ലൂഡഡ് ആണ്. -2 തൊട്ട് 6 വരെ അതും ഇൻക്ലൂഡഡ് ആണ്. 6 എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡഡ് ആണ്. ഞാൻ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നു. അതേപോലെ തന്നെ Q എന്ന് പറയുന്ന ഒരു നമ്പർ ലൈൻ തന്നിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 0 1 2 3 4 5 5 6 7 8 9 ഇങ്ങനെ. ഇത് -1 -2 -3 -4 -5 -6 ഇങ്ങനെ. ഇതിനകത്ത് തന്നിരിക്കുന്നത് 2 തൊട്ട് 8 വരെയാണ്. പക്ഷേ 8 ഇവിടെ 2 ഇൻക്ലൂഡഡ് അല്ല കേട്ടോ നിങ്ങളെ. ഈ -2 ഇൻക്ലൂഡഡ് അല്ലേ കേട്ടോ. -2 ഡോട്ടാണ്. ഡോട്ട് മീൻസ് ഹോളോ ആണ്. ഇത് ഹോളോ. അതേപോലെ തന്നെ ഇവിടെ 2 തൊട്ട് ഇവിടെ 2 ഇൻക്ലൂഡഡ് ആണ്. 2 തൊട്ട് 8 വരെ. പക്ഷേ 8 ഇൻക്ലൂഡഡ് അല്ല. അപ്പം അതിനിടയ്ക്ക് തന്നെ ഇങ്ങനെ. ഓക്കെ. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇതിനകത്ത് റൈറ്റ് ഡൗൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ P and Q in set builder form. രണ്ടാമത്തേത് represent each of the following sets on different number line. ഇതിലൊന്ന് കണ്ടുപിടിക്കേണ്ടത് P യൂണിയൻ Q, രണ്ട് കണ്ടുപിടിക്കേണ്ടത് ഇതൊന്ന്, രണ്ട് കണ്ടുപിടിക്കേണ്ടത് P ഇൻ്റർസെക്ഷൻ Q, മൂന്ന് കണ്ടുപിടിക്കേണ്ടത് P മൈനസ് Q, നാല് കണ്ടുപിടിക്കേണ്ടത് Q മൈനസ് P, അഞ്ച് കണ്ടുപിടിക്കേണ്ടത് P ഇൻ്റർസെക്ഷൻ Q ഡാഷ്, ആറ് കണ്ടുപിടിക്കേണ്ടത്, ആറാമത്തെ കണ്ടുപിടിക്കേണ്ടത് P ഡാഷ് ഇൻ്റർസെക്ഷൻ Q. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ നോക്കി. സെറ്റ് ബിൽഡർ ഫോമിൽ ഇത് റിയൽ നമ്പേഴ്സ്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നാലാമത്തെ അഞ്ചാമത്തെ എന്നുള്ളത്, നാലാമത്തെ Q മൈനസ് P, അഞ്ചാമത്തെ P ഇൻ്റർസെക്ഷൻ Q ഡാഷ്, മറ്റേത് P ഡാഷ് ഇൻ്റർസെക്ഷൻ Q. ഓക്കെ. ആദ്യം സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? നിരഞ്ജൻ ഒന്ന് പറയാമോ? നിരഞ്ജൻ, ഈ Pനെ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? നിരഞ്ജൻ പറയാമോ? നിരഞ്ജന് കേൾക്കാമോ? നിരഞ്ജൻ. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞേ. നിരഞ്ജൻ അറിയാമോ? എന്തോ പറ്റി പഠിക്കാത്ത ഈ സെറ്റ് ബിൽഡർ ഫോം ഒന്നും? ഓക്കെ. സനയ്ക്ക് അറിയാമോ എഴുതാൻ? സന റിപ്ലൈ തരണേ. ഇങ്ങനെയാണ് എഴുതുന്നത്.
ദേവനാരായണൻ അറിയാമോ? ഇല്ല സർ. സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ നമ്മൾ പഠിപ്പിച്ചില്ലായിരുന്നോ? സെറ്റ് ബിൽഡർ ഫോം എഴുതിയിട്ട് തിരിച്ചെഴുതാൻ നോക്കി. ഇവിടെ നമ്മളിങ്ങനെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതുന്നത്? നമ്മുടെ പിയുടെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതുന്നത്? പി ഈസ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിലെ എക്സ് ഈസ് ടു, അവിടെ എവിടം തൊട്ട് എവിടം വരെയാ? എക്സ് എന്ന് പറയുന്നത് -2നും 6നും ഇടയ്ക്കാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതേണ്ടത്? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വരും. കാരണം എന്താ? 6നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇവിടെ, കണ്ടോ? 6നെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇതിനെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ലെസ് ദാൻ മാത്രം ഇട്ടു, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടു, കണ്ടോ? -2നും 6നും ഇടയ്ക്കാന്നുള്ളത് ഇത് ഇങ്ങനെ എഴുതുന്നു അല്ലേ? അടുത്തത് അതേപോലെ തന്നെ ആകുമ്പോൾ എങ്ങനെ എഴുതും? ഇത് 2ഉം 8ഉം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? q ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ടു, അത് ഏതൊക്കെയായിരുന്നു? 2, 8 അല്ലേ? 2നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 8 എന്നാണ് വരുന്നത്. കാരണം 2നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ലെസ് ദാൻ എന്ന് കൊടുത്തു. എക്സ് നടുക്കാണ്, അപ്പോൾ 2 ലെസ് ദാൻ, കണ്ടോ? ഇപ്പോൾ ഇത്ര ഈ ഭാഗത്തെ പറ്റിയാണ് പറയുന്നത്, കണ്ടോ? ഈ ഭാഗം, ഇത്രയും ഭാഗം. അപ്പോൾ എക്സ് ഇവിടെ എവിടെ വേണേ ആവാം. അപ്പം 2 ഇപ്പോൾ എക്സ് ഇവിടെ ആണെങ്കിൽ 2 എന്താ? ലെസ് ദാൻ എക്സ് ആണ്. ആ എക്സ് എന്താ? ലെസ് ദാൻ 8 ആണ്. മനസ്സിലായി? അങ്ങനെ അത് ഉദ്ദേശിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ ആണോ? ദേവനാരായണന് മനസ്സിലായോ? യെസ് സർ. ഓക്കെ, നിരഞ്ജൻ അങ്ങനെ ഉണ്ടോ? മനസ്സിലായോ അത്? സന, അതായത് നമ്മൾ സാധാരണ ഇങ്ങനെ എഴുതിയിട്ട് അതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാനായിട്ട് നേരത്തെ പറഞ്ഞു തന്നായിരുന്നല്ലോ. റിയൽ നമ്പേഴ്സ് എങ്ങനെയാണ്, റിയൽ നമ്പേഴ്സിനെ സെറ്റ് ബിൽഡർ ഫോം ആക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ നോക്കിയേ, സന എവിടെ നിന്ന് റിപ്ലൈ പറഞ്ഞേ? അതായത് -2നും 6നും ഇടയ്ക്കായിരിക്കുമല്ലോ എക്സ് എന്ന് പറയുന്നത്, ആണോ? അപ്പൊ -2നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇൻക്ലൂഡ് ചെയ്യണ്ട, പക്ഷെ 6നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -2നും 6നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് സെറ്റ് ബിൽഡർ ഫോം എഴുതി നോക്കിയാൽ എക്സ് സ്ക്വയർ കർലി ബ്രാക്കറ്റിലെ എക്സ് ഈസ് ടു -2 ലെസ് ദാൻ എക്സ്. അപ്പോൾ എക്സ് ഇവിടെ എവിടെ വേണേ വരാം, കണ്ടോ? എക്സ് ഇതിനിടയ്ക്ക് എവിടെ വേണേ വരാം. അപ്പോൾ അത് എവിടെ വന്നാലും അത് -2 എന്ന് പറയുന്നത് എക്സിനെക്കാട്ടിലും ചെറുതാണ്. ഇപ്പോൾ എക്സ് ഇവിടെ ആണെങ്കിൽ കണ്ടോ, -2 എന്ന് പറയുന്നത് എക്സിനെക്കാട്ടിലും ചെറുതാണ് ഇങ്ങോട്ടാണ്. എന്നാൽ ഈ എക്സ് എന്ന് പറഞ്ഞാൽ 8നെക്കാട്ടിലും എന്താ? ഈ 6നെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ അതിന് ഇങ്ങനെ എഴുതുന്നു, കണ്ടോ? -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, കാരണം 6 ഇൻക്ലൂഡഡ് പോയിന്റാണ്. അതേപോലെ തന്നെ ഇപ്പുറത്ത് 2നും 8നും ഇടയ്ക്കാണ്, 2 ഇൻക്ലൂഡഡാണ്. അപ്പം 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 8 എന്ന് എഴുതാം. ലെസ് ദാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ലെസ് ദാൻ, ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു. മനസ്സിലായോ? ഓക്കെ, ഇവിടെ അതേപോലെ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നിടത്ത് ഈക്വൽ ടു കൂടെ കൊടുക്കുക, ഇൻക്ലൂഡ് ചെയ്യാത്തടത്ത് ഈക്വൽ ടു കൊടുക്കേണ്ട ആവശ്യമില്ല. ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ നോക്കിയിട്ട് അതൊന്ന് ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി നോക്കിക്കോ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി യൂണിയൻ ക്യൂ ആണ്. ഈ പി യൂണിയൻ ക്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുന്നത്? പി യൂണിയൻ ക്യൂ, അതിനർത്ഥം നിങ്ങൾ എഴുതി വെച്ചോണം. എന്താണെന്നറിയാമോ? നമ്പേഴ്സ് വിച്ച് ബിലോങ്സ് ടു പി ഓർ ടു ക്യൂ ഓർ ബോത്ത്. അപ്പോൾ അതിനെ നമ്പർ ലൈനിൽ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കും? 0 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ പോകുന്നു. ഇവിടെ -1 -2 -3 -4 -5 -6 ഇങ്ങനെ പോകുന്നു. അതായത് പി ആകാം, ക്യൂ ആകാം, അല്ലെങ്കിൽ പിയും ക്യൂവും കൂടെ ആവാം. അങ്ങനെയാണ് പി യൂണിയൻ ക്യൂ എന്ന് പറയുന്നത്. പിയും ക്യൂവും കൂടെ ആവാം. പിയും ക്യൂവും കൂടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയേ. പിയും ക്യൂ കൂടെ ആകുമ്പം ഈ -2 ക്യൂവിനകത്ത് നമ്മുടെ ദേവനാരായണനോടാണ് ചോദിക്കുന്നത്. ദേവനാരായണൻ റിപ്ലൈ തരണേ. ദേവനാരായൺ, ഓക്കെ. പിക്കും ക്യൂക്കും കൂടെ ഉള്ള കോമൺ കൺസെപ്റ്റ് ഏതാ? പി ഇതിന്റെ ഭാഗമല്ലേ? പിയിൽ -2 പിയുടെ ഭാഗമല്ലേ?
Yes, sir. എടുക്കാൻ പറ്റത്തില്ലേ? സെലക്ട് ചെയ്യാമോ? പി യൂണിയൻ ക്യൂവിൽ എഴുതാൻ വേണ്ടി സെലക്ട് ചെയ്യാമോ? Sir, രണ്ടിലും ഉള്ളതല്ലേ? ഏതാ? രണ്ടിലും കൂടെ ഉള്ളതല്ല. പി യൂണിയൻ എന്ന് പറയുമ്പോൾ രണ്ടിലും ഉള്ളത്, രണ്ടിലത്തെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, -2 ഇവിടെ പിക്കകത്തുണ്ട്, -1 ഇവിടെ പിക്കകത്തുണ്ട്, 0 പിക്കകത്തുണ്ട്. ഇതൊന്നും ക്യൂക്കകത്തില്ല. പക്ഷേ നമ്മുടെ ഇതെന്താ, നമുക്ക് പിയിലും ക്യൂയിലും പെടുന്ന രണ്ടിലും പെടുന്നത് വേണം. അപ്പോൾ രണ്ടിലും പെടുന്നത് വേണമെങ്കിൽ ഇത് 3 സെലക്ട് ചെയ്തു, അടുത്ത ഇത് 1 സെലക്ട് ചെയ്തു, പിന്നെ 2 തൊട്ട് 8 വരെ 6 വരെ ഉള്ളത് ഇവിടെ ഉണ്ട്, പിന്നെ 8ഉം കൂടെ. മനസ്സിലായി? അപ്പോൾ -2 തൊട്ട് 8 വരെയുള്ള എല്ലാവരെയും കൂട്ടുക. -2 തൊട്ട് 8 വരെ എന്ന് പറയുമ്പോൾ -2 ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു വട്ടം, 8ൻ്റെ അവിടെ ഒരു വട്ടം. എന്നിട്ട് എന്താണ് ഇതിനിടയിലുള്ളതിനെ എന്ത് ചെയ്യുക? ഡാർക്കൻ ചെയ്താൽ മതി. ഒന്നുമില്ല, രണ്ടിനകത്ത് എടുത്ത് ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതിയെന്ന്, രണ്ടും കൂടെ ചേർത്ത്. മനസ്സിലായോ ദേവനാരായൺ? Yes, sir. നിരഞ്ജന് മനസ്സിലായോ? ഓക്കെ. രണ്ടിനകത്തും ഉള്ളത് എടുക്കണം, മനസ്സിലായോ? ഇനി പി ഇൻറ്റർസെക്ഷൻ ക്യൂ എന്ന് പറയാൻ അർത്ഥം എന്താണെന്നറിയോ? നമ്പേഴ്സ് കോമൺ ടു ബോത്ത് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ രണ്ടിനകത്തും കോമൺ ആയിട്ടുള്ള ഇവിടെ ഏതൊക്കെയുണ്ട്? 2 തൊട്ട് 6 വരെ രണ്ടിനകത്തും കോമൺ ആണ്. അപ്പോൾ 2 ഇൻക്ലൂഡഡ് പോയിന്റ് ആണോ? ആണ്. 6 എന്താ? ഇൻക്ലൂഡഡ് പോയിന്റാണ്. അപ്പം ഇതെങ്ങനെ വരയ്ക്കണം നോക്കിക്കോ. ഇതിൻ്റെ നമ്പർ ലൈൻ എങ്ങനെ വരയ്ക്കും? 2 ഉം 6ഉം ഡാർക്കൻ ചെയ്തിട്ട് അങ്ങ് വരച്ചാൽ മതി അല്ലേ? അപ്പം 0 1 2 3 4 5 6 7 8 9 10. ഇവിടെ -1 -2 -3 -4 -5. അപ്പം ഇവിടെ നമ്മൾ എത്ര തൊട്ടാ? 2 തൊട്ടല്ലേ? 2 തൊട്ട് 2നെ ഡാർക്കൻ ചെയ്തു, പിന്നെ ഏതാ? 6നെ ഡാർക്കൻ ചെയ്തു. ഇതിനിടയിൽ ഇങ്ങനെ വരച്ചു. ഓക്കെ ആണോ? പി മൈനസ് ക്യൂ എങ്ങനെ എടുക്കും? പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്പേഴ്സ് വിൽ ബിലോങ് ടു പി ബട്ട് നോട്ട് ബിലോങ് ടു ക്യൂ ആയിരിക്കും. പിക്കകത്തുണ്ടാവണം, പക്ഷെ അത് ക്യൂക്കകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പം നമ്പേഴ്സ് belongs to P but not belongs to Q. അപ്പോൾ നോക്കിയേ, പിക്കകത്തുള്ളതും ക്യൂക്കകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള ഏതാ? പിക്കകത്ത് വേണം, പിക്കകത്ത് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിക്കകത്ത് ഉള്ളത് ഏതൊക്കെയാ? -2 -1 0 1. 2 എന്ന് പറയുന്നത് എവിടെ ഇല്ല? പിക്കകത്ത്, പക്ഷെ ക്യൂക്കകത്തും ഉണ്ടല്ലോ. പക്ഷെ അതിന് മുമ്പിലത്തെ സാധനം എടുക്കണമല്ലോ. എവിടം വരെയാ? 1.9 വരെ എടുക്കണ്ടേ? ഈ അതായത് ഈ റിയൽ നമ്പേഴ്സ് അല്ലേ? നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. -2 പിക്കകത്തുണ്ടോ ക്യൂവിനകത്തുണ്ടോ? പിക്കകത്തുണ്ടോ ക്യൂക്കകത്തുണ്ടോ? സന പറഞ്ഞില്ല. സന കേൾക്കണേ. സന അതായത് പിക്കകത്തുള്ളതും ക്യൂക്കകത്ത് ഇല്ലാത്തതുമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ പിക്കകത്ത് ഉള്ളത് -2 ഉണ്ട്, അത് ക്യൂക്കകത്തുണ്ടോ? ഇല്ല. അപ്പോൾ അത് സെലക്ട് ചെയ്തില്ലയോ? ഓക്കെ. -1 തൊട്ട് പിന്നെ ഇങ്ങോട്ട് -2 തൊട്ട് -1 സെലക്ട് ചെയ്തില്ലയോ? 0 സെലക്ട് ചെയ്തില്ലയോ? 1 സെലക്ട് ചെയ്തില്ലയോ? 2 സെലക്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷേ 1.99 വരെ സെലക്ട് ചെയ്യാമല്ലോ. കാരണം എന്താ? അത് ക്യൂക്കകത്ത് ഇല്ല.
പിക്കകത്തുള്ളതാണ് 1 പോയിൻ്റ് അവിടെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ 2വിനെ സെലക്ട് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ഇടണം. അതായത് എവിടം തൊട്ടാണ്? ഇവിടെ -2 തൊട്ടല്ലേ? -2 തൊട്ടല്ലേ? അപ്പം -2വിനെ നമ്മൾ എന്ത് ചെയ്യുക? -2വിനെ കൂട്ടുന്നില്ല. എവിടം വരെയാ? +2നെയും കൂട്ടാതിരിക്കുക. എന്നിട്ട് അതിനിടയിലെല്ലാം എന്ത് ചെയ്യുക? ഡാർക്കൻ ചെയ്യുക. ടുവിൻ്റെ അവിടെ വട്ടം ഇടണം. കാരണം എന്താ? 2 വരെയുള്ള നമ്പറാണ്, പക്ഷെ 2 ഉണ്ടോ? ഇല്ല. ഇപ്പോൾ 1.9 വരെ ഉള്ളതെന്നാണ് അതിനകത്ത്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം കേട്ടോ. സന്നെ മനസ്സിലായോ? 2 കൂട്ടിയിട്ടില്ല. ഡാർക്ക് വന്നാലേ 2 കൂട്ടത്തുള്ളൂ. അടുത്തത് Q - P. അതെന്ന് പറഞ്ഞാൽ എന്താ? numbers belongs to Q but belongs to P. Pനകത്ത് ഉണ്ടാവാൻ പാടില്ല, Qനകത്ത് ഉണ്ടാവണം. Qനകത്ത് ഉണ്ടാവണം. നോക്കിയേ, Qവിനകത്ത് ഉണ്ടാവണം. ഏതൊക്കെയാന്ന് നോക്കിയേ, Qവിനകത്ത് ഉണ്ടാവണം. 2 ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. 3 രണ്ടിടത്തും ഉണ്ട്. 4 രണ്ടിടത്തും ഉണ്ട്. 5 രണ്ടിടത്തും ഉണ്ട്. 6 രണ്ടിടത്തും ഉണ്ട്. എന്നാൽ 6.1 എവിടെ ഇല്ല? 6.1 Qവിനകത്തുണ്ട്, Pക്കകത്തില്ല. അപ്പം 6.1 തൊട്ട് എവിടം വരെ എടുത്താൽ മതി? 8 വരെ എടുത്താൽ മതി. അപ്പം രണ്ടിനും എന്ത് ചെയ്യുക? ഹോളോ ആയാണ് കൊടുക്കേണ്ടത്. നോക്കിയോളൂ, വേണ്ടി ഇങ്ങനെ 0 1 2 3 4 5 6 7 8. അപ്പോൾ നമുക്ക് 6 വരെ അതിനകത്തുള്ളതാണ്. അപ്പോൾ 6 വേണ്ട, 6നെ കൂട്ടണ്ട. അപ്പോൾ 6ൻ്റെ അവിടെ ഒരു ഹോളോ, അവിടെ തൊട്ട് 8ൻ്റെ അവിടെയും ഹോളോ. 8നെയും കൂട്ടുന്നില്ലല്ലോ ഓൾറെഡി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി. അതേപോലെ തന്നെ P ഇൻ്റർസെക്ഷൻ Q ഡാഷ്. P ഇൻ്റർസെക്ഷൻ Q ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? P ഇൻ്റർസെക്ഷൻ Q ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ബിലോങ്സ് ടു P ആണ്. അല്ല സോറി, Pക്കും Q ഡാഷിനും കോമൺ ആയിട്ടുള്ളത്. Q ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? Q ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? Qയിൽ ഉൾപ്പെടാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. Qയിൽ ഉൾപ്പെടാത്തത്. നോക്കി, അത് പറഞ്ഞുതരാം. നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. അതായത് നമുക്ക് വേണ്ടത് P ഇൻ്റർസെക്ഷൻ Q ഡാഷ്. അതിനർത്ഥം നോക്കിയോ എന്താണ്? നമ്പർ ബിലോങ്സ് ടു P but not belongs to Q is equal to P minus Q. അപ്പോൾ P minus Qവിനകത്ത് ഇല്ലാത്തതും Pക്കകത്ത് ഉള്ളതും. അപ്പോൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഇതിനെ എന്തിൻ്റെ ഇതായിട്ട് എഴുതിയാൽ മതി എന്നറിയാമോ? കൃത്യം നിങ്ങൾ ഇതിനെ P മൈനസ് Qൻ്റെ എന്താണോ അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി ഇതിന്. അതായത് P ഇൻ്റർസെക്ഷൻ Q ബാറിന് P മൈനസ് Qൻ്റെ എടുത്ത് അതേപോലെ തന്നെ. P മൈനസ് Qൻ്റെ എന്തായിരുന്നു നമ്മൾ നേരത്തെ വരച്ചത്? -2 തൊട്ട് 2 വരെ ആയിരുന്നു അല്ലേ? ശരിയല്ലേ? 0 1 2 3 4 5 6 7 8. ഇവിടെ -1 -2 -3 -4. അപ്പം ശരിക്കും P ഇൻ്റർസെക്ഷൻ Q ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ P മൈനസ് Qൻ്റെ അത് അതേപോലെ തന്നെ അങ്ങ് വരച്ചാൽ മതി. അതായിരിക്കും എൻ്റെ ആൻസർ. P മൈനസ് Q എന്ന് പറയുമ്പം -2 തൊട്ട് +2 വരെ രണ്ടിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആക്കി. ഇനിയും ഇങ്ങനെ ചോദിക്കുവാണ്, നേരെ തിരിക്കുവാണ്. തിരിക്കുക എന്ന് പറയുമ്പോൾ P ഡാഷ് ഇൻ്റർസെക്ഷൻ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്പർ ബിലോങ്സ് ടു Q but not belongs to Q is equal to Q minus P. അപ്പോൾ നിങ്ങളൊന്നും നോക്കണ്ട, Q മൈനസ് പിയുടെ പടം അങ്ങ് അതേപോലെ തന്നെ വരച്ച് വെച്ചാൽ മതി. Q മൈനസ് പി which is same as Q minus P.
ക്യൂ മൈനസ് പിന്നെ എന്താ നമ്മൾ വരച്ചത്? 6 to 8 ഇൻക്ലൂഡ് ചെയ്യാതെ വരച്ചത്. മനസ്സിലാകാത്തത് ചോദിക്കുക. ദേവനാരായണന് മനസ്സിലായത് ഇത്ര എഴുതിയത്? Yes, sir. ഓക്കെ. സനയ്ക്ക് ഓക്കെ ആണോ? സന? Yes, sir. ഓക്കെ. ബിലോങ്സ് ടു ക്യൂ, നോട്ട് ബിലോങ്സ് ടു പി. അതിൻ്റെ തന്നെയാണ് നമുക്ക് എന്ത് എഴുതിയാൽ മതി? പി ഡാഷ് ഇൻ്റർസെക്ഷൻ ക്യൂ. അങ്ങനെ അത് ഇത് തന്നെ എടുത്ത് അവിടോട്ട് വരച്ചോ. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എഴുതിക്കോളൂ. given a is equal to square bracket x is to 11x minus 5 is greater than 7x plus 3. X belongs to real number. B, x is to 18x minus 9 greater than or equal to 15 plus 12x. X belongs to R. Find the range of set A intersection B and represent it on a number line. അതിനകത്ത് എക്സ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ നമ്പർ ലൈൻ വരച്ചിട്ട് അതിനകത്ത് നിന്ന് ഇൻ്റർസെക്ഷൻ ബി എടുത്ത് വരയ്ക്കണം.
അപ്പോൾ എക്സ് കണ്ടുപിടിക്കും. കുഞ്ഞുങ്ങളെ ഇതിനെ രണ്ട് ആ എക്കകത്തും ബിക്കകത്തും നിന്ന് എക്സ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ എക്സ് വെച്ചിട്ട് ഒരു നമ്പർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ എ ഇൻ്റർസെക്ഷൻ ബി ആണ് കണ്ടുപിടിക്കുന്നത്. എടാ എന്തുവടേ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നല്ലേ എഴുതണ്ടേ? ആ അതിൻ്റെ നമ്പർ ലൈൻ വരയ്ക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ വരും? അങ്ങോട്ട്. അപ്പോൾ എക്സ് ഇൻക്ലൂഡഡ് ആണോ? അല്ല 2 ഇൻക്ലൂഡഡ് ആണോ? എക്സ് ഗ്രേറ്റർ ദാൻ അല്ലേ വന്നിട്ടുള്ളൂ. ആ ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ അവിടെ ഒരു ഹോളോ. ഇനി അങ്ങോട്ടേക്ക് ഡാർക്ക് ചെയ്താണ്. ഞാനിത് ചെയ്തു തരാം, ഹെൽപ്പ് ചെയ്ത് തരാം. നോക്കിക്കോളൂ. ഇത് ആദ്യം എ അങ്ങോട്ട് എടുക്കുക. എയുടെ എന്താ എ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇത് തന്നിരിക്കുന്നത് 11x - 5 ഗ്രേറ്റർ ദാൻ 7x + 3 ആണ്. എക്സ് കണ്ടുപിടിക്കുക. 11x - 7x ഗ്രേറ്റർ ദാൻ 3 + 5. അങ്ങനെയാണെങ്കിൽ 11x - 4x എന്ന് പറയുന്നത് 7x എന്ന് പറയുമ്പോൾ 4x ഗ്രേറ്റർ ദാൻ 8 എന്ന് വരുന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 8/4 എന്ന് വരുന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് വരുന്നു. അത് നമ്പർ സിസ്റ്റത്തിൽ വരയ്ക്കണം. എങ്ങനെ? എക്സ് ഗ്രേറ്റർ ദാൻ 2 0 1 2 3 4 5 6 ഇങ്ങോട്ട്. ഇവിടെ -1 -2 -3. 2 ഇൻക്ലൂഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ 2നെ ഹോളോ ആയിട്ട് വരയ്ക്കുക. പിന്നീട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? ഡാർക്കൻ ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത് എടുക്കുക ബി എടുത്തിട്ട് 18 ബി ഈസ് ഈക്വൽ ടു എന്താണ്? 18 minus 18x minus 9. 18x minus 9 greater than 18x minus 9 greater than or equal to 15 plus 12x. 15 plus 12x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 18x minus 12x greater than or equal to 15 plus 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരും? 18x minus 12 എന്ന് പറയുമ്പോഴത്തേക്കും 6x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരും? 15 പ്ലസ് 9 എന്ന് പറയുമ്പോഴത്തേക്കും 24. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24/6. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ നമ്പർ ലൈൻ എങ്ങനെ വരയ്ക്കാം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പം 0 1 2 3 4 5 6 ഇങ്ങനെ അങ്ങ് പോകും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 4നെ എന്ത് ചെയ്യണം? ഡാർക്ക് സർക്കിൾ വെച്ച് വരച്ചിട്ട് പിന്നീട് ഇങ്ങോട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് ഡാർക്കൻ ചെയ്യാം. ഇനി എ ഇൻ്റർസെക്ഷൻ ബി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എയുടെയും ബിയുടെയും കോമൺ നോക്കിയോ. എയുടെയും ബിയുടെയും കോമൺ എവിടെ? 2 രണ്ടിടത്തും ഉണ്ടോ? ഇല്ല. 3 രണ്ടിടത്തും ഉണ്ടോ? ഇല്ല. 4 രണ്ടിടത്തും ഉണ്ട്. 4 തൊട്ട് മുകളിലോട്ടാണ് എ ഇൻ്റർസെക്ഷൻ ബി. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരച്ചിട്ട് 0 1 2 3 4 5 6. അപ്പോൾ ഇത് തൊട്ട് മുകളിലോട്ട് 4നെ എന്ത് ചെയ്യുക? ഡാർക്കൻ ചെയ്യുക തൊട്ട് മുകളിലോട്ട്. ഇതാണ് ഇൻ്റർസെക്ഷൻ. ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലാകാത്തവർ ചോദിച്ചോ. ദേവനാരായണന് മനസ്സിലായോ? Yes sir. സന മനസ്സിലായോ? നിരഞ്ജൻ മോനെ മനസ്സിലായില്ലെങ്കിൽ നീ മനസ്സിലായില്ല എന്ന് തന്നെ പറയണം കേട്ടോ. 1 2 തവണ പറഞ്ഞു തരുന്നതിന് ഒരു മടിയില്ല കേട്ടോ നിരഞ്ജൻ. ഇത് എഴുതിയെടുത്തോ? നിരഞ്ജൻ എഴുതിയെടുത്തോ? ഇത് ഓക്കെ. എല്ലാവരും എഴുതിയെടുത്തെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ.
സോൾവ് ദ ഇനിക്വേഷൻ. -2 1/2 plus 2x less than or equal to 4x divided by 5 less than or equal to 4/3 plus 2x. ഇത് രണ്ട് സെറ്റ് ആക്കണം. ഇതുണ്ട്, ആദ്യം ഇതിനെ ഒരു സെറ്റ് ആക്കണം, ഇതിനെ ഒരു സെറ്റാക്കി ചെയ്യണം ആദ്യത്തെ. പിന്നെ അടുത്തത് ഇതിനെ ഒരു സെറ്റാക്കി ചെയ്യണം. സോൾവ് ദ ഇനീക്വേഷൻ. അത് എക്സ് ബിലോങ്സ് ടു ഹോൾ നമ്പർ ആണേ. എക്സ് ബിലോങ്സ് ടു ഹോൾ നമ്പർ എന്ന് പറയാൻ അത് കൊടുത്തത്. എക്സ് ബിലോങ്സ് ടു ഹോൾ നമ്പർ. അത് ഞാൻ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റിയിട്ട് നോർമൽ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ് 4/2 വരുന്നത്? 2 × 2 4, 4 + 1 5, 5/2 അല്ലേ വരിക? 2 × 2 4, 4 + 1 5, 5/2 -5/2. എങ്ങനെയായാലും എക്സ് കണ്ടുപിടിക്കുക, അതേ ഉള്ളൂ. അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തു. എക്സ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? എക്സ് അല്ലാതെ ബാക്കിയുള്ളതിൽ തന്നെ അപ്പുറത്ത് കൊണ്ടുപോകണം. കൊണ്ടുപോകും. അറിയാത്തവരോട് ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം ഇവനെ ഒരു സെഷൻ ആക്കുകയാണ്. ഇവനെ സെഷൻ ആക്കുമ്പോൾ -2 1/2 plus 2x less than or equal to 4x/5. അത് ഈ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുകയാണ്. 2 × 2 കണ്ടോ, ഇത് തമ്മിൽ കൂടി ഇൻറ്റു ചെയ്തിട്ട് ഇത് തമ്മിൽ പ്ലസ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പം 2 × 2 4, 4 + 1 5, 5/2 -5/2 plus 2x less than or equal to 4x/5. എക്സിനെ ഒരുമിച്ചാക്കണം. എക്സിനെ ഒരുമിച്ചാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? എക്സിനെ ഒരുമിച്ചാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ -2നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ -5/2നെ ഇപ്പുറത്ത് കൊണ്ടിട്ട് 4x/5നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എങ്ങനെ വേണേൽ ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ 4xനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2x ഇവിടെ കിടക്കട്ടെ. -4x/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരുന്നു? +5/2 എന്ന് വരുന്നു. 5/2നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഇവിടുന്ന് LCM എടുക്കുന്നു. ഇങ്ങോട്ട് LCM എടുക്കുമ്പോൾ 10x - 4x/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2 എന്ന് കിട്ടുന്നു. അവിടുന്ന് 10x - 4x എന്ന് പറയുമ്പോഴത്തേക്കും 6x ആണ്. 6x/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/2 എന്ന് വരുന്നു. അവിടുന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ടും ഈ 6നെ താഴോട്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 × 5 / 6 × 2 വരും. അപ്പോൾ നമുക്ക് 25/12 എന്ന് വരുന്നു. 12 അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 25/12 ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 × 2 24, 1.0 വീണ്ടും 0, 2.0. അപ്പോൾ നമുക്ക് 2 ഇവിടെ 0 ഇട്ട് കഴിഞ്ഞാൽ 9.
എട്ടെന്ന് പറയുമ്പോൾ 16 8 വരും. 2.08 എന്ന് വരും. ഇത് ഇങ്ങനെ എഴുതരുതേ, ഇങ്ങനെ എഴുതാവും. അതായത് അടുത്ത സ്റ്റെപ്പിൽ എക്സ് ലെസ് ദാൻ 25/12 അവിടുന്ന് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.08 എന്ന് വരും. സന ഓക്കെ ആണോ? നിരഞ്ജൻ ഓക്കെ ആണോ? അതേപോലെ തന്നെ എന്താ നമ്മുടെ ദേവനാരായൺ. Yes, sir. ഇനി അതിൻ്റെ അടുത്ത പാർട്ട് എടുക്കുകയാണ്. 4x / 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3 + 2x. അവിടെ ഞാൻ ഈ 2xനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. 4x / 5 - 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3 എന്ന് വരുന്നു. അവിടെ ഒന്ന് LCM എടുക്കുന്നു. ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 4x - 10x ഡിവൈഡഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3 എന്ന് വരുന്നു. -6x ഡിവൈഡഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/3 എന്ന് വരുന്നു. അവിടെ നിന്ന് -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 × 5 ഡിവൈഡ് ബൈ 6 × 3 എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും അല്ലേ? ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ 2 ഇവിടെ 3 ആണോ? ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ എഴുതിക്കൊണ്ടിരിക്കരുത്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിച്ചിട്ട് അവിടെ എഴുതിക്കും. അപ്പോൾ -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരും? 5 × 2 10 ആണ്. 10/3 × 3 9. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.11 എന്ന് കിട്ടും. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം? സൈൻ ചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1.11 എന്നാവും. ഓക്കെ, ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ചാക്കണമെങ്കിൽ ഇവിടെ എക്സ് ഇപ്പുറത്തെ സൈഡ് വരണ്ടേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ 2.08 ഗ്രേറ്റർ ദാൻ എക്സ് എന്നാക്കാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.08 ആണെങ്കിൽ 2.08 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. ഇതിനെ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്തെന്ന് വരും? ഇതെന്നെ ഇങ്ങനെ ആയിരിക്കും വരിക. അതായത് നമുക്ക് എന്ത് മാത്രം മതി? ഹോൾ നമ്പർ മാത്രം മതി. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? പോയിന്റ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് എന്താ എഴുതാം? ഇവിടുത്തെ സൊല്യൂഷൻ സെറ്റ് എന്തൊക്കെ എഴുതാം? അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 പോയിന്റാണ്. അപ്പോൾ എന്തൊക്കെ വരും? 2 3 4 5 ഇങ്ങനെ പോകും ആണോ? ഇവിടത്തെ സൊല്യൂഷൻ സെറ്റോ? ഇവിടുത്തെ സൊല്യൂഷനോ? അല്ല, സോറി, എക്സ് ലെസ് ദാൻ ആണല്ലോ ഇവിടെ വരുന്നത് അല്ലയോ? സോറി, സൊല്യൂഷൻ സെറ്റ് മാത്രം മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കണ്ട, ഇങ്ങനെ എഴുതാൽ മതി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.8 എന്ന് പറയുമ്പോൾ എന്താ? 2.8നേക്കാട്ടിലും കുറവാണ് എക്സ് എന്ന അർത്ഥം. ശരിയല്ലേ? 2.8നേക്കാട്ടിലും കുറവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ നമ്പർ ഉണ്ട് ഹോൾ നമ്പർ ആയിട്ട് സൊല്യൂഷൻ സെറ്റിൽ എഴുതാൻ പറ്റുന്നത്? ഏതൊക്കെയാ സൊല്യൂഷൻ സെറ്റിൽ ഏതൊക്കെ എഴുതാൻ പറ്റും? 2.8നേക്കാട്ടിലും 2.08നേക്കാട്ടിലും കുറവാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എഴുതത്തില്ലയോ? ഇല്ലേ? 2 എഴുതാം ഇല്ലേ? കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.08. അപ്പോൾ 2.08ന് താഴോട്ടുള്ള ഫസ്റ്റ് റിയൽ ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ 2 ആണ്. പിന്നെ 1 എഴുതാം, പിന്നെ എന്താണെന്ന് എഴുതാം? 0യും കൂടെ എഴുതാം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സൊല്യൂഷൻ സെറ്റ്. ഇപ്പോഴത്തെ സൊല്യൂഷൻ സെറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1.1 ആണ്. അപ്പോൾ അവിടുത്തെ സൊല്യൂഷൻ സെറ്റിൽ എന്തൊക്കെ എഴുതാം? സൊല്യൂഷൻ സെറ്റ് എന്തൊക്കെ എഴുതാം? എക്സ് ഗ്രേറ്റർ ദാൻ 1.1 ആണെങ്കിൽ അതിനകത്ത് 1 ഉൾപ്പെടുമോ? 1 ഉൾപ്പെടുമോ? മൈനസാ. -1.1 -1.1 എന്ന് പറയുമ്പോഴത്തേക്കും -1.1 കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഹോൾ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ 1 ആണ്, പിന്നെ 2 ആണ്, പിന്നെ 3 ആണ്, പിന്നെ ഇങ്ങനെ പോകും എന്നാണ് ഞാൻ അർത്ഥം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1.1. നമ്പർ സിസ്റ്റത്തിൽ ഒന്ന് നോക്കിയേ. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 1. 1.11 എന്ന് പറയുമ്പോൾ ഇവിടെ വരും മൈനസ് ആണോ? ഈ പോയിന്റ് വരും. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ, അപ്പോൾ ഇതിനേക്കാളും ഗ്രേറ്ററാണ്, ഇങ്ങോട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് -1 റിയൽ ഹോൾ നമ്പർ ആണോ? 0 ഹോൾ നമ്പറാണ് അല്ലേ? അപ്പോൾ 0 എടുത്തു, 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, ഇങ്ങോട്ട് എനിക്ക് വേണം എടുക്കാം. മനസ്സിലായോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് ഓൺലൈൻ സൊല്യൂഷൻ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞുതരാമോ? എവിടാ പറയണ്ട? ഏത് സൊല്യൂഷൻ സെറ്റാ? 2.08 ഉണ്ട്. ഓക്കെ, നോക്കിക്കോ.
അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.08 എന്നാണ് നമുക്ക് വാല്യൂ വന്നിരിക്കുന്നത്. ആണോ? ആരാ എന്നോട് ചോദിച്ചത്? നിരഞ്ജനാണോ? ഓക്കെ. അപ്പം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.08 എന്ന് പറയുമ്പം 2.08-നേക്കാളും താഴെയുള്ള ഹോൾ നമ്പർ എടുക്കണം. 2.08-നേക്കാളും താഴെയുള്ള ഹോൾ നമ്പർ ഏതൊക്കെയാ നിരഞ്ജനെ? 2.08-ന്റെ താഴെയുള്ള ഹോൾ നമ്പർ ഏതൊക്കെയാ? 0 0 1 1 2 2 പിന്നെ 2.8-ന് താഴെ ബാക്കി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അത്രേ ഉള്ളതാണ് അവിടുത്തെ സൊല്യൂഷൻ സെറ്റ്. അടുത്തത് ഇതിൻ്റെ കേസ് വരുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.1 ആണ്. അപ്പോൾ 1.1 എടുക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് എടുത്താൽ മതി? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് അങ്ങനെ മനസ്സിൽ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ 1-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. മൈനസ് ആണ്. -1-നേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ -1-നേക്കാളും വലിയ ഗ്രേറ്റർ ആയിട്ടുള്ള ഈ നമ്പർ എന്താ? 0 1 2 3 4 5 6. അപ്പം -1-നേക്കാളും വലിയ നമ്പർ ഏതാ? -1-നേക്കാളും വലിയ ഹോൾ നമ്പർ ഏതാ? ഇതാണ് -1. -1 ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 0-യാ. അപ്പോൾ 0 1 2 3 ഇതെല്ലാം ഉൾപ്പെടും. അപ്പോൾ സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? നിരഞ്ജൻ? നിരഞ്ജൻ 0 0 എഴുതാം. 1 1 2 2 3 ഇങ്ങനെ അങ്ങ് പോകും അല്ലേ? ശരിയല്ലേ നിരഞ്ജൻ? മനസ്സിലായോ? ഓക്കെ. സനയ്ക്ക് ഓക്കെ ആണോ? ഓക്കെ. ഒരൊറ്റ ക്വസ്റ്റ്യനോട് ചെയ്തോളൂ. അത് തന്നെയാണ്, ഇത് ഞാൻ പറഞ്ഞു തരത്തില്ല. സോൾവ് ദ ഇനിക്വേഷൻ and represent the solution set on the number line. അപ്പോൾ ഇവിടെ -x/3 less than or equal to x/2 -1 1/3 less than or equal to 1/6. X belongs to real number. ഇതാദ്യം എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാദ്യം എടുക്കണം.
LCM ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3x plus 2x by 6. ഏതാ അത് രണ്ടും കൂടെ കൂട്ട് അതിന് പറ്റത്തില്ല. പിന്നെ എന്തിനാ LCM എടുത്ത് വെട്ടാൻ പറ്റത്തില്ല. 5x by 6 എന്ന് എഴുതാൻ പറ്റുന്നു. എക്സ് അല്ലേ കണ്ടുപിടിക്കുന്നത്. 6 ഇതിൻ്റെ കൂടെ അല്ലേ വരുന്നത്, മുകളിലോട്ടാണ് വരുന്നത്. 5 താഴോട്ട്. നീ തിരിച്ചല്ലേ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളെ കിട്ടിയോ? കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നോ? കുഞ്ഞുങ്ങളെ ഞാൻ ഗ്രൂപ്പിൽ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുള്ളതെല്ലാം ഹോംവർക്കായിട്ട് ഇന്നിപ്പം ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു 3 ക്വസ്റ്റ്യനും അതേപോലെ നാളെ ഞായറാഴ്ചയും 3 ക്വസ്റ്റ്യൻ വീതം ചെയ്തിട്ട് എനിക്ക് ഡെയിലി അയച്ചു തരണം കേട്ടോ. ഞാനിപ്പോൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. മോൻ ഇവിടെ ഇരുന്ന് അത് ചെയ്യണം ഇപ്പം. ഓക്കെ കുഞ്ഞുങ്ങളെ, ഓക്കെ, അത് ചെയ്തിട്ട് എനിക്ക് അയച്ചാൽ മതി. ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ നിർത്തുകയാണേ. അതായത് നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്